സാറേ, നിമിഷപ്രിയയുടെ മോചനം സംബന്ധിച്ച് വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇറാൻ ഇക്കാര്യത്തിൽ ഇടപെടുമോ? ഈ വധശിക്ഷ അവിടുത്തെ പ്രസിഡന്റ് ശരിവെച്ചിട്ടുണ്ട്. ഡിസംബർ 30 എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പാക്കും എന്നാണ് യമൻ്റെ പ്രസിഡന്റ് റഷദ് അൽ അലിമി പറഞ്ഞിരിക്കുന്നത്. 2 പോസിബിലിറ്റിയാണ്. ഒന്ന് ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത്, പിന്നെ പ്രസിഡന്റ് ദയ കൊടുക്കുക, അങ്ങനെയുള്ളത്. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ ദയയില്ല എന്നാണ് ഡിസംബർ 30 മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടാണ് ഇറാൻ ഇടപെടാൻ തയ്യാറാണ് എന്നൊരു വാർത്ത വന്നിരുന്നു. അത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നൊക്കെയാണ് വാർത്തയിൽ കണ്ടത്. കൃത്യമായിട്ട് ഇന്നയാളാണ് പറഞ്ഞതൊന്നും വാർത്തയിൽ കണ്ടതായിട്ട് അങ്ങനെ കണ്ടിരുന്നില്ല. ഇന്ന് മറ്റേ ഡൽഹിയിൽ ഇറാൻ്റെ വിദേശമന്ത്രി ഡോക്ടർ തഖ്ത് റാവൻചി, ഉപവിദേശമന്ത്രി ഇറാൻ്റെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ പ്രശ്നം വിദേശകാര്യ മന്ത്രാലയം ഉന്നയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ചബഹാർ പോർട്ടില്ലേ, കച്ചവടം, ചബഹാർ തുറമുഖം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ ആയിട്ട് റിപ്പോർട്ടുകളിലൊക്കെ കാണാം. ഒരു പക്ഷേ ഇത് ഉന്നയിച്ചിരിക്കാം. ഇറാൻ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യമൻ്റെ തലസ്ഥാനം സന, അത് അൻസർ അള്ളയുടെ കീഴിലാണ്. അതാണ് ഈ ഹൂത്തികളുടെ പ്രസ്ഥാനം, അൻസർ അള്ള. അപ്പോൾ ഈ അൻസർ അള്ളയ്ക്ക് അല്ലെങ്കിൽ ഹൂത്തികൾക്ക് ഇറാൻ്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഒരു പ്രതിനിധിക്കൊരു ഓഫീസും ഉണ്ട്. അപ്പോൾ ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ ഹൂത്തികൾ നടത്തുന്നുണ്ട്. ഹൂത്തികളുടെ കയ്യിലാണ് തലസ്ഥാനമായ ഈ സന, യമൻ്റെ തലസ്ഥാനം. അപ്പോൾ ഇറാൻ സർക്കാരുമായിട്ട് ബന്ധമുണ്ട് യമന്. അപ്പോൾ അതുകൊണ്ട് ഇടപെടാൻ കഴിയും, സംസാരിച്ച് നോക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ പക്ഷേ ഇറാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നയത്തിൽ, യമൻ്റെ നയത്തിൽ, ഹൂത്തികളുടെ നയത്തിൽ ഞങ്ങൾക്ക് പങ്കൊന്നുമില്ല. ആ നയത്തിന് ഞങ്ങൾ പോയി സ്വാധീനിക്കാറുമില്ല. അവരെന്തെങ്കിലുമൊക്കെ ഉപദേശം ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കും എന്നാണ്. അപ്പോൾ നമ്മൾ നയതന്ത്ര തലത്തിൽ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇടപെട്ട് ഇറാനോട്, ഇപ്പോൾ ഉപവിദേശകാര്യമന്ത്രിയൊക്കെ വരുമ്പോൾ ഇതൊക്കെ സംസാരിച്ച് ഒരു നീക്കുപോക്കക്കാര്യത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഇറാന് ഇടപെടാൻ കഴിയും. പക്ഷേ ഇറാൻ അതിൻ്റെ അകത്ത് ഒരു കണ്ടീഷൻ പോലെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചതാണ് ഇപ്പോൾ പറഞ്ഞത്. അവരുടെ നയത്തിലൊന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, തീരുമാനമൊക്കെ അവരുടെ തന്നെയാണ് എന്ന്. പക്ഷെ മുമ്പ് നമ്മൾ ഫാദർ ടോം എന്ന് പറഞ്ഞൊരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരു സംഗതി കിടക്കുന്നുണ്ട്. പക്ഷെ ഈ കേസ് അതുപോലെ അല്ലല്ലോ. ഇതിൻ്റെ അകത്തൊരു ബ്ലഡ് മണിയുടെ ഇഷ്യൂ, ആ കുടുംബം എങ്ങനെ പറയുന്നു എന്നുള്ളത്. കേസ് എന്താന്ന് വെച്ചാൽ ഒരു യമനിയെ കൊലപ്പെടുത്തിയ കേസാണ്. അപ്പോൾ ഇറാൻ പറയുന്നത് മനുഷ്യാവകാശം എന്നുള്ള നിലയ്ക്ക് അങ്ങനൊരു കേസ് പറഞ്ഞ് ഞങ്ങൾ ബന്ധപ്പെടാൻ നോക്കാം, ഹ്യൂമൻ കൺസിഡറേഷൻ എന്നാണ്. മനുഷ്യാവകാശം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ജീവകാരുണ്യ മാനുഷിക പരിഗണന കൊടുത്ത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അറസ്റ്റ് നടന്നത് ഹൂത്തികളുടെ കയ്യിലുള്ള ഭാഗത്തൊന്നും അല്ല. അതുകൊണ്ട് ഏത് രാജ്യത്തിനും ഇടപെടാം എന്നുള്ള കണക്കിലാണ് ഈ ഇടപെടുന്നത്. പാലക്കാടുകാരിയാണ് നിമിഷപ്രിയ. 2008 കൊല്ലങ്കോട് അവിടെ നിന്ന് പോയതാണ്. 2011 ടോമി തോമസ്, ഇലക്ട്രീഷ്യനായ ടോമി തോമസിനെ വിവാഹം ചെയ്തു. സ്വന്തം ക്ലിനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ഒരു ലോക്കൽ പൗരൻ്റെ പാർട്ട്ണർഷിപ്പ് വേണം പങ്കാളിയായിട്ട്. അങ്ങനെയാണ് ഈ തലാൽ അബ്ദോ മഹദി എന്ന് പറഞ്ഞ ആളെ പാർട്ട്ണറാക്കി വെച്ചത്. 2014 അയാൾ ചൂഷണം ചെയ്യാൻ തുടങ്ങി, വ്യാജരേഖകൾ ഉണ്ടാക്കി. അയാൾ നിമിഷപ്രിയ ഭാര്യയാണെന്നുള്ള രേഖ അയാളുണ്ടാക്കി. ക്ലിനിക്കിലെ പണമൊക്കെ അയാൾ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് അബ്യൂസ് ഉണ്ടായി, പീഡനം ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പാസ്പോർട്ട് പിടിച്ചു വെച്ചു. ഇവരുടെ ആഭ്യന്തര യുദ്ധകാലത്ത് ഇവരെ അങ്ങനെ നിമിഷപ്രിയ അവിടെ ട്രാപ്പ് ചെയ്തു. അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ.
ഭരണകൂടവും ഹൂത്തികളും ഒക്കെ തമ്മിൽ. അതെ. 2017 ഹന്ന എന്ന ഒരു നഴ്സിൻ്റെ ഒപ്പം, ഹന്നൻ എന്ന നഴ്സിൻ്റെ ഒപ്പം ഇവർ മഹദിയെ മയക്കിയിട്ട് ഓവർഡോസ് മറ്റേ കുത്തിവെച്ചു മരുന്ന്. അതെ, മരുന്ന്. പിന്നെ കഷ്ണങ്ങളാക്കിയിട്ട് ടാങ്കിൽ ഉപേക്ഷിച്ചു. 2017 ജൂലൈയിൽ ഇവരെ അറസ്റ്റ് ചെയ്തു. 2020 കോടതി വധശിക്ഷ വിധിച്ചു. അപ്പീൽ 2023 തള്ളി, കഴിഞ്ഞ കൊല്ലം. അത് കഴിഞ്ഞാണ് ഈ വലിയ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. വക്കീലിന് പൈസ കൊടുക്കുക, അമ്മ അങ്ങോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ബ്ലഡ് മണിയുടെ കാര്യത്തിൽ. എന്താണെന്ന് വെച്ചാൽ അവർ 50 മില്യൺ റിയാൽ ആണ് ചോദിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഈ നിമിഷപ്രിയയുടെ അഭിഭാഷകന് $40,000 മുൻകൂറായിട്ട്, മൊത്തം തുക മുൻകൂറായിട്ട് വേണമെന്ന് അഭിഭാഷകൻ പറഞ്ഞിരുന്നു, നിമിഷപ്രിയയുടെ അഭിഭാഷകൻ. അപ്പോൾ ഇന്ത്യൻ സർക്കാർ $40,000 നവംബർ 23 അത് കൊടുക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു. $40,000. ആകെ ഇതിന് $4 ലക്ഷം ചിലവ് വരും. അപ്പോൾ ഹൂത്തികൾ 2014 സെപ്റ്റംബർ 21 സന പിടിച്ചതാണ്, യമൻ്റെ തലസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് ഇത് അവസാന ശ്രമമാണെന്ന് പറയാം. പക്ഷേ ഈ അമ്മയെ അവിടേക്ക് കൊണ്ടുപോയ കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഈ നിമിഷപ്രിയയുടെ. അപ്പോൾ അവരൊക്കെ കൊടുത്ത് ഉറപ്പ് എന്തായാലും നമ്മൾക്ക് ഈ സർക്കാരിനകത്ത് സമ്മർദ്ദം ചെലുത്തി അതിനെ മോചിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഒരു സൂചന കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ര ഒരു പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്നുള്ള രീതിയിലല്ലേ നമുക്ക്. അതാ ചെന്നൈയിലെ ഒരാളുടെ നേതൃത്വത്തിൽ. അതെ, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതിൻ്റെ അകത്ത്. അതെന്തിനായിരുന്നു? അപ്പോൾ പണം പിരിക്കലായിരുന്നു ലക്ഷ്യം. അങ്ങനെ പല ലക്ഷ്യങ്ങളും ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ ഇനി ഫ്ലൂക്കിന് ഇതെങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അയാളൊരു താരമാവും. അയാൾക്ക് പിന്നെ പല കാര്യങ്ങളും പിന്നെയും ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ പേരിൽ വരുമല്ലോ അല്ലേ, വരും എന്നൊക്കെ ഉള്ളത്. കാരണം അങ്ങനെ ഒരാൾക്ക് യമൻ സർക്കാരിൽ സ്വാധീനമുള്ളതായിട്ട് അതിൻ്റെ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും വരുന്നില്ല. ഇവരെ കൊണ്ടുപോകുന്നു, അവിടെ നിൽക്കുന്നു, എന്നിട്ട് ജയിലിൽ പോയി നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കാമെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനകത്തൊക്കെ കുറേ ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ടല്ലേ. അത് ഇങ്ങനെ നമ്മൾ പലതും കേൾക്കുന്നുണ്ടല്ലോ. വേറൊരു കേസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ, ഉടനെ മോചിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മോചിപ്പിക്കാത്തൊരു റഹീമിൻ്റെ കേസ് കോഴിക്കോട് ഫറൂഖിലെ. അല്ല, പക്ഷേ ഇത് എന്ന് പറയുന്നത് ഈ കൊലപാതകം അല്ലേ, ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പാർട്ട്ണറെ കൊന്ന് അവിടുത്തെ പൗരനായതുകൊണ്ട് അങ്ങനെ ടാങ്കിലൊക്കെ കൊണ്ടിട്ടു. അതൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്ന്. അല്ല, 2 കേസിൻ്റെ അകത്തും റഹീമിൻ്റെതിലും ബ്ലഡ് മണിയുടെ. അതെ, പക്ഷേ റഹീമിൻ്റെ പൈസ എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഞാൻ വായിച്ച കൂട്ടത്തിൽ ഗോത്രം മൂപ്പനും കാശ് കൊടുക്കണം എന്നൊക്കെ ആ ചെന്നൈയിൽ നിന്ന് പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതെ, ചെന്നൈയിൽ നിന്ന് ഇടപെട്ട ആള് വേറെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ അതൊന്നും പല സ്ഥലത്തും പൈസ കൊടുക്കണം എന്നൊക്കെ അയാൾ പറഞ്ഞിരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്കത് അത്ര ശരിയാണോ എന്ന് സംശയം ഉണ്ടായത്. ഗോത്രം മൂപ്പന് പൈസ കൊടുക്കണം. ഇവർക്ക് ബ്ലഡ് മണി മാത്രമല്ല, വേറെയും കുറേയും കൂടി ചിലവുകൾ വരുന്നൊക്കെ സാധാരണ ഈ കോഴ വാങ്ങുന്ന ആളുകൾ പറയുമല്ലോ. അങ്ങനെ അവിടെ ഇച്ചിരി കൊടുക്കണം, ഇവിടെ കൊടുക്കണം, മറ്റെടുത്ത് കൊടുക്കണം, കുറച്ച് ചിലവ് വരും കേട്ടോ എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നി അതിൻ്റെ അകത്ത്. അല്ല, ഇപ്പം അതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇറാൻ ഇടപെടണോ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇടപെടാമെന്ന് ഇറാൻ പറയുന്നു എന്ന് വെച്ചാൽ പിന്നെ ആ ചെന്നൈയിൽ നിന്നുള്ള ആൾക്ക് ഇതിൻ്റെ അകത്ത് എന്താ പങ്ക്? അപ്പോൾ പിന്നെ എന്തിനാണ് അയാൾ? ഇപ്പോൾ ഉപവിദേശമന്ത്രി റാവൻചി ഡൽഹിയിൽ വന്നിട്ട് ചർച്ച നടത്തുമ്പോൾ നമ്മുടെ വിദേശമന്ത്രി ജയശങ്കറോ മറ്റോ ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ ഇടനിലക്കാർക്ക് പൈസ കൊടുത്തൊക്കെ വെറുതെ അല്ലേ? അപ്പോൾ അയാൾ എന്തിനായിരിക്കും അന്നൊരു നാടകം കളിച്ചത്? ഈ പറയുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ലേ അയാളൊരു താരമായി മാറുക? ചിലപ്പോൾ എന്തെങ്കിലും ബന്ധം കാണുമായിരിക്കും. പല സ്ഥലത്തും പല ആളുകൾക്കും പല ബന്ധമുണ്ടെന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പോയിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടാൻ കഴിയുന്നത്? അതെ, ഇത് സത്യത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നത് മുമ്പ് നമ്മൾ നഴ്സുമാരെയൊക്കെ ഇറാഖിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നില്ലേ, സിനിമയൊക്കെ വന്നില്ലേ? അതിൻ്റെ അകത്തൊക്കെ ചില ആളുകൾ ഇടപെടുന്നുണ്ടല്ലോ. ഉണ്ട്, ചില നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളെ ആ സ്ഥലത്തുള്ളവരെ നമ്മൾ ഇടപെടുത്തുന്നുണ്ട്. വേറെ രാജ്യങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടാവും അതിൻ്റെ അകത്ത്. അങ്ങനെയാണ് അത് നയതന്ത്ര പാതയിൽ കൂടി തന്നെയാണ് സംഗതികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ മുമ്പ് ഇറാഖിൽ നിന്ന് ഗുജറാളിൻ്റെ ഒക്കെ കാലത്ത് ആളുകളെ ഒഴിപ്പിച്ചു കൊണ്ടുവന്നില്ലേ എയർ ഇന്ത്യയിലും ഒക്കെ. ഇതിനൊക്കെ നമുക്ക് നമ്മുടേതായ ഒരു സിസ്റ്റമുണ്ട്. ഇതിൻ്റെ അകത്ത്
ഈ നമ്മുടെ തന്നെ നയതന്ത്രജ്ഞർ പോയിട്ട് ഒന്നാമത് ഈ യമനിൽ എങ്ങനെയാണ് ഒരു മര്യാദയ്ക്ക് ഭരണകൂടം ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ ഒരു നയതന്ത്ര ഓഫീസോ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ആ ഫാദർ ടോമിനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഈ ഗോത്രമൂപ്പൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഹൂത്തി മൂപ്പൻ ഉണ്ടല്ലോ, അങ്ങനെ പറയേണ്ടില്ലേ, അവർക്ക് പൈസ കൊടുക്കുക, അവരുമായിട്ടൊക്കെ ഇടപാട് നടത്തത്തക്ക വിധത്തിലെ ആളുകൾ വേണം. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ ഗൾഫിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇറാഖ് എന്നൊക്കെ പറയുമ്പോൾ ഇറാഖിലൊക്കെ നമുക്ക് ഒരുപാട് കമ്പനികൾ, കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ മുമ്പ് കൊച്ചിയിൽ നിന്നുള്ള ഭഗീരഥ എഞ്ചിനീയറിംഗ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പേര്. ഭഗീരഥ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനി കൊച്ചിയിൽ നിന്നുള്ളവർ ഇറാഖിൽ ഇഷ്ടം പോലെ പണി നടത്തിയിട്ടുള്ളവരാണ്. അതെയോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ പണികൾ ചെയ്യുന്ന സ്ഥലത്തൊക്കെയല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. യമനിൽ നമുക്ക് എന്ത് കച്ചവടവും എന്ത് പണിയൊക്കെയാണ്. അപ്പോൾ ഈ ഹൂത്തി മൂപ്പന്മാരെ ആയിട്ട് പരിചയമുള്ളത് ഇറാനിലുള്ളവർക്ക് തന്നെയായിരിക്കും. അവിടെ പ്രതിനിധിയുടെ ആഫീസൊക്കെ ഉണ്ടല്ലോ, പിന്നെ അവരുടെ ഭാഷയൊക്കെ പറയാം. അപ്പോൾ ഇറാനെ ഇടപെടുത്തുന്നത് തന്നെയാണ് കൊള്ളാവുന്നൊരു പരിപാടി. ആ തരത്തിൽ നമ്മളെ MP-മാരെയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിനെയൊക്കെ അലർട്ട് ചെയ്തിട്ട് ശ്രമിക്കുന്നത് തന്നെയാണ് മര്യാദക്കുള്ള വഴി. അങ്ങനെ നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. അതെ, ഇറാൻ ഇതിൻ്റെ അകത്ത് ഇടപെടുവോ, എത്രമാത്രം ഇടപെടും എന്നുള്ളത് എന്തായാലും ഒരു ഇടപെടാം എന്നവർ പറയുന്നത് പോസിറ്റീവായൊരു കാര്യമാണ്. അതെ, പക്ഷേ അതിൻ്റെ അകത്ത് അവരൊരു ബാധി പറഞ്ഞിട്ടുണ്ട്, തീരുമാനമൊക്കെ അവർ തന്നെയാണ് എടുക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റേ തുർക്കിയിലെ ഒരുത്തൻ്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് കോഴ വന്നിരുന്നെങ്കിൽ അബീബുള്ള വിട്ടുതരാനിരുന്നല്ലേ. അതെ, അങ്ങനത്തെ പല വഴികളായിരിക്കും ഇതിൻ്റെ അകത്ത്. യമൻ പോലൊരു സ്ഥലത്ത് ഹൂത്തികളുടെയൊക്കെ കാര്യത്തിലൊക്കെ അത് അങ്ങനെയൊക്കെ ആയിരിക്കും ഈ വഴികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.